അല്പസമയം മുമ്പ് ലൈവിൽ നടന്നൊരു സംഭവമാണ്. നിവിൻ അനുമോളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിവിൻ്റെ നാവിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കുടുംബാംഗങ്ങളോട് പറയുകയാണ് കേട്ടോ. ഇത് ബിഗ് ബോസ് പ്രേക്ഷകർ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. അതിന് വ്യക്തമായ മറുപടി നിവിൻ ഇന്നത്തെ ലൈവിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പ് നിവിനും സാബുമാനും അക്ബറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിവിൻ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഷാനവാസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഷാനവാസ് എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിയാറുണ്ട്. അതുപോലെ പുള്ളി വന്നു, ഞാൻ റിയാക്ട് ചെയ്തു. അല്ലാതെ മനഃപൂർവ്വം പുള്ളിയെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഒന്നും ഞാൻ ചെയ്തതല്ല. പിന്നെ എന്തിനാ ഇവരെ ഞാൻ കൊന്നു, ഞാൻ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നത്? ഇത് പറയുന്നത് പട്ടായ ഗേൾസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആരും പറയില്ലടാന്ന്. അപ്പോൾ നിവിൻ പറയാണ്, ഇല്ലടാ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. പിന്നെ അനുമോളെ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ അനുമോളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവളെ പോലുള്ളൊരു വൃത്തികെട്ട സ്ത്രീ എന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എന്താടാ ഇങ്ങനെ, നീ കുളിക്കില്ലേ, നീ കമ്മലിട്ട് കിടക്കുന്നു, മുടി കെട്ടിയെടുക്കുന്നു, നീ പെണ്ണുങ്ങളെ പോലെ ആണുങ്ങളെ പോലെ ആണാണോ എന്നുള്ള ചോദ്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് അവളെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവൾ അങ്ങനെ പറയുമ്പോൾ ഓർക്കണമായിരുന്നു, ഞാൻ തിരിച്ച് പ്രതികരിക്കുമ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി അവൾക്ക് ഉണ്ടോ എന്നുള്ളത്. അവൾ ഇങ്ങനെ ഓരോ വൃത്തികെട്ട വാക്കുകളൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും. ഞാൻ ഇറിറ്റേറ്റ് ചെയ്താണ് എൻ്റെ പ്രതികാരം തീർക്കാതെ. ഇറിറ്റേഷൻ മാത്രമാണോ നിവിൻ ചെയ്യുന്നത്? ഇന്നലെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്, ആ കുട്ടി കിടക്കുന്ന ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ചത് വളരെ അനീതിയായിട്ട് എനിക്ക് തോന്നി. നാവ് കൊണ്ട് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഇറിറ്റേറ്റ് ചെയ്യാം. അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളത്. പക്ഷേ ബെഡിൽ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്, ഈ ബെഡ് എന്ന് പറയുന്ന സംഭവം പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അത് ആരും ചെയ്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ആയിക്കോട്ടെ, സ്പോൺസേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ. അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. അതും പീരീഡ്സ് ആയിരിക്കുന്ന സമയത്താണ്. ഒരു മാനുഷിക പരിഗണനയൊക്കെ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ട് തോന്നി, എസ്പെഷ്യലി ആ ഒരു ടൈമിലെങ്കിലും. അത് കൊടുക്കാത്തത് മോശമായെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിവിൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമെന്ന്. ആയിക്കോട്ടെ, അനുമോളെ ഞാൻ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവളെപ്പോലെയുള്ളൊരു വൃത്തികെട്ട സ്ത്രീ ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലെന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. അതുകൊണ്ട് അവളിവിടെ നിന്ന് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അവളെ ഇത്ര വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്. അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി തന്നെ നിവിൻ പറയുന്നതാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഞാൻ ആരോടും നിന്നെപ്പോലെ സംസാരിക്കാറില്ലടി എന്ന് പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അനുമോളോടാണെങ്കിലും മറ്റുള്ളവരോടൊക്കെയാണ് നിവിൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിവിൻ തന്നെ പറയുന്നു, ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അനുമോളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇത്രയും നാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ലൈവിൽ മനസ്സിലായി കഴിഞ്ഞു. മറ്റൊരു ഡയലോഗും കൂടി ഉണ്ട് കേട്ടോ, അത് ഹൈലൈറ്റ് ആണ്. ഇത്രയൊക്കെ ചെയ്ത അവളെ ഞാൻ വെള്ളം അല്ലാണ്ട് പാലും തേനും ഒഴിക്കണോ? ഇപ്പം ഞാൻ ഒഴിക്കും പാലും തേനും. അവളെ ഞാൻ ചാണകവെള്ളമാണ് അവളുടെ മുഖത്തൊക്കെ ഒരു ഒഴിക്കാൻ പോകുന്നതെന്ന്. ചാണകവെള്ളം കൊണ്ട് പോയാൽ മതി, അനുമോള് കയ്യും കെട്ടി നോക്കിയിരിക്കും. ചാണകവെള്ളം ഒഴിച്ചാലും പാലൊഴിച്ചാലും തേനൊഴിച്ചാലും വെള്ളം ഒഴിച്ചാലും എന്താണെങ്കിലും കിട്ടാനുള്ളത് മേടിക്കാൻ തയ്യാറായി തന്നെ നിന്നോളൂ നിവിനെ. ലാലേട്ടൻ വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും, ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.